നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് സൈലന്റ് ഈറ്റിംഗ് ചാലഞ്ച്. ഗൈസ്, ഇത് തോക്കുന്നവർക്കുള്ള പണിഷ്മെന്റ് ആണ്. സൗണ്ട് കേട്ടാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് ഓരോ നാരങ്ങ എടുത്ത് കഴിക്കേണ്ടി വരും. എക്യുപ്മെന്റ്സ് എല്ലാം റെഡി. ടെസ്റ്റിങ്ങിനുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായി പോരട്ടെ. കറികളൊന്നുമില്ലേ? ഇത് ഞാൻ തീർത്തു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. അയ്യോ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞു. തീർക്കേണ്ട കാര്യം വേറെയാ. ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ? അയ്യോ, അതല്ല. ചെറിയ എടുത്തിട്ടുണ്ട്. മൊത്തത്തിലാണോ അതോ കഴിക്കാം? അടുത്താക്കി പെട്ടതായിരിക്കും കിട്ടും. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടം. ഞാൻ ചെറുതൊക്കെ പറഞ്ഞാൽ എടുത്തത്, പക്ഷെ വായിട്ട് കഴിഞ്ഞപ്പോ കഴിക്കും. പൊന്നിയുടെ ഒരു ഏമണ്ട സാധനമായിരിക്കും. ആർക്കും കഴിക്കാൻ പറ്റില്ല ഗൈസ്. ബോഡി സൗണ്ട് ഗൈസ്, എനിക്ക് 3 പേർക്ക് പണിയെടുക്കാൻ പറ്റി. അതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വല്ലാത്തൊരു പണിയായിട്ട് കഴിക്കുന്നു. അടുത്തതിന് ഞാൻ എടുത്തോണ്ട് വരാം. എന്റെ ആയിട്ട് ഇത്ര ഞങ്ങക്ക് പണിയൊന്നുമില്ല. ഞാൻ എടുത്ത് വരുന്നത്. പിന്നെ ഞങ്ങൾ ഇനി ഒരു 3 നാരങ്ങയും കൂടി തീരാൻ പോകും. ഇതാണ് എന്റെ ബോളി തന്നെയായിരുന്നു. നല്ല മധുരമൊക്കെയാണ്. ഫസ്റ്റ് പൊന്നി ആർക്കാണ് ആദ്യം? ഞാൻ തരുവേ നാരങ്ങ. ഓക്കെ, തുടങ്ങി. നീ ആദ്യം. നാരങ്ങ എനിക്ക് കഴിച്ചിട്ട് ഒട്ടുന്നില്ല. പൊട്ടണ്ടേ? പൊട്ടുന്ന പോലില്ല ഗൈസ്. അത് 3000 കൊണ്ട് നാരങ്ങ നീപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഞാൻ പോവാം ഗൈസ്. അടുത്ത ഇനി ഇവർക്ക് ഞാൻ മുട്ടൻ പണിയായിട്ട് വരുന്നുണ്ട്. പിന്നെ 2 നാരങ്ങ കഷ്ടപ്പെട്ട് തിന്നി. ഇനി ഇവര് 3 പേരും തിന്നായിട്ട് പണിയായിട്ട് വരാം. അടുത്ത പണി വരുന്നുണ്ട്. അടുത്ത നാരങ്ങ തിന്നാൻ വയ്യ ഗൈസ്. ഞാൻ ഓരോരുത്തർക്ക് തരണ്ടേ? ഫസ്റ്റ് മിന്നു കഴിക്കണം. കഴിക്കല്ലേ? 3 പേർക്കുള്ള നാരങ്ങ അവിടെ സെറ്റ് ആക്കി വെക്കട്ടെ. ആദ്യം കഴിക്കില്ല. വലുത് നോക്കി തന്നെ കേട്ട്. പൈല വലുതായിട്ട് തന്നെ കേട്ട്.
ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസ് ആയത് കാരണം. അവിടെ അടുത്തത് തപ്പുത്തിയാണ്. അലിപ്പിക്കുവാന്ന് തോന്നുന്നു. കേട്ട് കേട്ട് ചെറുതായിട്ട് ഞാൻ കേട്ട് ഇപ്പൊ വലുതായിട്ട് കേട്ട്. അടുത്ത വലുത് ആ ചെറുത് മതി. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, പല്ല് പൊളിക്കും. അടുത്ത നാരങ്ങ. നാരങ്ങയുടെ എണ്ണം കൂടുവാണ് ഇവിടെ. അടുത്ത പൊന്നുണ്ടല്ലേ. പഴയ ട്രിക്ക് എടുത്ത് വലിയ മുറിഞ്ചാണ് ഇത്. ഇതിന്റെ പേരെന്ത് വരുന്നു? ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. കേട്ട് 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 പൊന്നിയുടെ പ്ലാൻ 8 നില പൊട്ടി. ഇത് കണ്ടിട്ട് അപ്പൊ ഞാൻ ഇവർക്കും മൂന്നൂർക്കും ഒരു സാധനം എടുത്തോണ്ട് വരാം. കുറച്ച് കവറിന്റെ ശബ്ദം. പിന്നെയും കഴിക്കാൻ ഇത് എങ്ങനെ കഴിക്കാനാണ് ഗൈസ്? ഞാൻ ആദ്യം കഴിഞ്ഞത്. ആരെയും കഴിക്കാം ഗൈസ് ഇത് ഭയങ്കര പാടാണ് ഗൈസ്. ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം. ഇത് എന്തായാലും ശബ്ദം ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു 48 മണിക്കൂർ ഞാൻ കഴിച്ചേരാം. അത് നിങ്ങൾ പറയാൻ ആരും അൽപ്പിച്ച് കഴിയുമ്പോ പറയണ്ടേ. ഇന്നൊന്നും കഴിയുന്ന ലക്ഷണമില്ല കേട്ടോ. കേട്ട് 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 നേരത്തെ എനിക്കൊരു വലിയൊരു നാരങ്ങ റിവെഞ്ച് ആയിട്ടാണ് പിന്നെ വന്നേക്കുന്നത്. നല്ല നാരങ്ങ. കണ്ടിട്ട് തന്നെ എന്തോ പോലെ. നമ്മള് കഴിച്ചതിന്റെ ഒന്നും ടേസ്റ്റും വായന്ന് പോയിട്ടില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് എപ്പോഴും അലിപ്പിക്കുന്ന ട്രിക്ക് ഉപയോഗിക്കും. പക്ഷെ അതെല്ലാം 8 നില പൊട്ടും ഗൈസ്. ടൈം ഒരു ലോലിപോപ്പ് ഒന്നും അല്ല, ഇത് ടൊമാറ്റോ മുക്ക. ടൈം പെട്ടെന്ന് കഴിക്കാം. കേട്ട് ഞാനാണ് കഴിച്ചു. എല്ലാ റൗണ്ടിലും നാരങ്ങ കിട്ടും ഗൈസ്. നമുക്ക് പല വിളിച്ച് ഞാൻ കഴിക്കാൻ കഴിക്കണം. പൊന്നിയ ട്രിക്ക് ഉപയോഗിക്കല്ലേ. കഴിക്കുന്നു കഴിക്കണെങ്കിൽ ഇതൊക്കെ നോക്കുവോ? പിന്നെ കൊണ്ടുവന്നത് എടുക്ക്. ഒരെണ്ണമെങ്കിലും നാരങ്ങ കിട്ടണ്ടെന്നുണ്ട്. നമുക്കിനി അടുത്ത ദിവസം നോക്കിയാൽ മതി. അടുത്ത് കഴിയുമ്പോ
കൊല്ലു വേറെ എടുക്കുന്നു. കടി കടിക്ക് ആ ഇത്ര നേരം കഷ്ടപ്പെട്ട എല്ലാം വെറുതെ. മൂന്നാമത്തെ നാരങ്ങ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ടാണ്. നമുക്ക് വീണ്ടും പണി കൊടുക്കാനായിട്ട് വിദഗ്ധമായിട്ട് കഴിക്കാൻ പറ്റിയ പല്ല് പോയി. കട്ട് ചെയ്ത് വെച്ച നാരങ്ങ എല്ലാം തീർന്നു. ഞങ്ങൾ കഴിച്ച നാരങ്ങയാണ് ഗൈസ്. ബാക്കി അധികം ഉള്ള ഒരെണ്ണമാണ് ഗൈസ്. ബാക്കിയെല്ലാം ഒരു കട നാരങ്ങ തീർക്കും ഞങ്ങൾ. നാരങ്ങ നമ്മൾ റീഫിൽ ചെയ്യുകയാണ്. ഇനിയും നമുക്ക് കഴിക്കാനുള്ളതാണ്. നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് വീണ്ടും കട്ട് ചെയ്ത് വെക്കും. നമ്മൾ നാരങ്ങ റീഫിൽ ചെയ്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇനി അടുത്ത പണി കൊടുക്കാനായിട്ട് അടുത്ത പിന്നെ എന്തോ സാധനം എടുക്കാൻ പോയിട്ടുണ്ട്. ഇനി അടുത്ത എന്ത് വേണോ എന്തോ നാരങ്ങ തിന്നായിരുന്നാ കൊള്ളാമുണ്ട്. ടൊമാറ്റോ മുറുക്കും കൊള്ളപ്പോ ഒക്കെ വെച്ച് നോക്കുമ്പം ചെറുത് ആണ് അടുത്ത റൗണ്ട്. ചിപ്സ് കുഴപ്പമില്ല പറയാം. പറയാൻ മാത്രമേ കഴിക്കുമ്പോ തീരും. കഴിക്കുമ്പോ തീരും. ചിപ്സ് മൊത്തത്തിൽ മാറ്റിട്ടുണ്ട്. വിഴുങ്ങാൻ നോക്കുവാണ്. വിഴുങ്ങാൻ നോക്കുവാണ്. ഇത് നമ്മുടെ അമ്മൂമ്മ ഫുഡ് നിറയ്ക്കുന്നത് കേട്ടു ഗൈസ് കേട്ടു. ഇത് മൊത്തത്തിൽ വായിലൊക്കെ ഇട്ട് ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞ രീതിയിൽ എത്തിയിട്ടാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. തപ്പത്തി മൊത്തത്തിൽ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. നാരങ്ങ കുട്ടി ഒരു നാരങ്ങ തിന്നാനുള്ള പ്രയത്നമാണ് ഇതൊക്കെ. കുറച്ച് നേരം എടുക്കും. എന്താണ് കാണിക്കുന്നത്? മാറ്റത്ത് വെച്ച് ചുടാൻ ഉണ്ടാക്കിയെടുക്കാനല്ല പറഞ്ഞത്. വേഗം വേഗം വിഴിഞ്ഞോ നോക്കി വായി തുറന്നേ. അതിനകത്ത് തന്നെ ഉണ്ട്. എന്ത് വഴി കാണിക്കുന്നത്? വായിക്കകത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു നാരങ്ങ കഴിഞ്ഞാൽ എത്ര നേരമാണ് കാണിക്കുന്നത്? നാരങ്ങ അതെന്തായാലും തോക്കും. ചെവി കോർത്തിരിക്കുകയാണ്. ഒരു നാരങ്ങ തിന്നാതിരിക്കാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്? രണ്ടായിട്ട് പൊട്ടിയായി. ചെറുതായിട്ട് പൊട്ടിയെന്നൊക്കെ പറയുന്നു. ഇനി ഞങ്ങളെ പൊട്ടികളാക്കുവാണോ എന്താണ്? ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. ഇന്നൊന്നും കഴിയുന്ന ഭക്ഷണമില്ല. എന്ത് പരിപാടി? ഈ പരിപാടി ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോഡിയില്ല. മഞ്ജു വാര്യർ പറഞ്ഞ ഡയലോഗ് നമുക്ക് ചെറുതായിട്ട് മാറ്റി പിടിക്കാം. തപ്പുതയുടെ വായി സിക്സുകൾ അലിഞ്ഞു പോവും. എന്തുവാണ് കഴിച്ചത്? മിക്സി ആണോ? ഒന്ന് സെക്കൻഡുകൾക്കുള്ളത് പൊടിച്ചെടുത്തു. സൗണ്ട് കേൾക്കാതെ എങ്ങനെയാണ് അടുത്തെടുക്കുന്നത് മനസ്സിലായില്ല ഗൈസ്. ന്യൂ ടൈപ്പ് ഓഫ് മിക്സിയാണ്. കുറച്ച് വെള്ളം തരണം. വെള്ളമൊന്നും തന്നെ പ്രശ്നമില്ല. കണ്ണൊക്കെ തള്ളി വരുന്നത് കിടക്കും. കുറച്ചുണ്ട്. സമയമൊക്കെ വെക്കണം. അയ്യോ ഇത് എത്ര നേരമായി ഞങ്ങൾ കാത്തിരുന്ന് വിഴുകുവാണ്. വെള്ളം ചോദിച്ചാൽ തരാൻ പറ്റും. ഇന്ന് ചെവിയിൽ കോർത്തിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. അത് അലിയിച്ചെടുത്തു ഗൈസ്. എനിക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല. ഒന്ന് തോൽവി സമ്മതിക്കുവല്ലേ, വെറുതെ അലിപ്പിച്ചെടുക്കുക. ചിരിക്കുന്ന സൗണ്ട് ഉള്ളതുകൊണ്ട് ചിരിക്കുന്ന അനുസരിച്ച് തോന്നുന്നുണ്ട്. ചിരിച്ചിട്ട് ഇടയ്ക്ക് കടിച്ചു വെച്ചിരിക്കണം ഞാൻ മുമ്പേ. അങ്ങനെ ഞാൻ കഴിഞ്ഞു. ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ കഴിക്കാം.
ഇതിന്റെ ആദ്യം മണിക്കൂർ ഇത് ഭയങ്കര ഉപ്പ് guys. ഭയങ്കര ഉപ്പ് ഭയങ്കര ഉപ്പ് എനിക്ക് ഉദ്ദേശിച്ചത് ഇത് വെള്ളം കുപ്പിക്കുന്നു ചിരിക്കുന്നേ കടിച്ചില്ലേ? വന്നോ? കടിച്ചോ? അങ്ങനെ കിടപ്പുണ്ട് നാളെ. ഇത് മാറ്റിയിട്ട് കളിക്കാൻ ദോശയും കഴിക്ക് പറ്റുന്നു. ഇവര് രണ്ടുപേരും ഇപ്പൊ ജയിക്കും ഞാൻ തോക്കും ഇത് എന്നോട് നടക്കാൻ പോകുന്നു ഇത് ഞാൻ തീർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്ത് കൊടുക്കാം. അയ്യോ ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞു തീർക്കേണ്ട കാര്യം വേറെയാ ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ? അയ്യോ അതല്ല കൊറേ നേരമായിട്ട് നാട്ടിൽ അങ്ങോട്ടും കൊണ്ട് തിരിച്ചു മറിച്ചിട്ടോണ്ടിരിക്കുക വീണ്ടും വിഴിഞ്ഞാൻ വെള്ളം തരത്തില്ലെന്നേ ഉള്ളൂ ഇങ്ങനെ ചെന്ന് വീഴണം എന്ന് കഴിയും കേട്ടില്ലേ കേട്ട് കേക്കുന്നില്ലേ എന്തും ചെവി കേക്ക് അടുത്തോട്ടൊന്ന് നോക്കുക കേൾക്കുന്നില്ലേ കേക്കുന്നുണ്ട് ഇല്ല വരത്തില്ല ലാസ്റ്റ് ഇപ്പോഴും കേട്ട് അതില് കഴിക്കുന്ന വായൊക്കെ ഞങ്ങളുടെ ചെവിക്കകത്തോട്ട് വെക്കുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചു പെട്ടെന്ന് കഴിയും. ഇപ്പൊ ഒരു ഉറക്കം കഴിഞ്ഞു ഉറങ്ങി എണീക്കാനാണ് എന്തെങ്കിലും കഴിയുമോ കൊറേശ്ശെ വിളമ്പി കൊടുക്കടി. അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കേറും. ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുതലാ. അയ്യ ചവയ്ക്കുന്ന ചവ കണ്ടില്ലേ? ചവം. ശബ്ദം കേട്ടെ കടിച്ചില്ലേ? ശബ്ദം കേട്ട് ഞാൻ കുറെ നേരമായിട്ട് ഇതാ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് ശബ്ദം കേട്ടു. ചെറിയ മീൻ ഓരോന്ന് പറയും. അതൊന്നും കാര്യമാക്കണ്ട. ഇയാള് കഴിച്ചോ? അത് പറഞ്ഞാ പറ്റില്ല. ഇരുന്ന് കഴിച്ചോ. നീ പൊയ്ക്കോ. ഞാൻ എന്നാലും വിഴുങ്ങി വെള്ളം കുടിക്കുന്നതിലെ വിധം കടിച്ചിട്ട് നാരയിരുന്നതാണ് നല്ല ടേസ്റ്റ്. ഇത്രയും നേരം ചിപ്സ് ഒക്കെ തിന്ന് കഷ്ടപ്പെടുത്തി ഇനി ഞാൻ ഒരു എമ്മണ്ടം പണിയെന്ന് വെച്ചാൽ ഒരു എമ്മണ്ടം പണിയാണ് തരാൻ പോകുന്നത്. അതാണ് വെറൈറ്റി ആയിട്ട് കഴിക്കണം. ക്രിസ്പി പപ്പടമാണ്. മകട്ട് അരച്ച് കളിക്കുന്നു 3 പപ്പടം ഉണ്ട്. 3 ഞാൻ തരാം. ചിപ്സ് കൊണ്ടിരുന്നായിരുന്നു പൊന്നിക്കല്ലേ ഫസ്റ്റ് ഞാൻ കൊടുത്തതാണ്. ആദ്യം പൊന്നി കടിച്ചങ്ങോട്ട് എടുക്കണം. ഇത്രയും ചിപ്സ് കഷ്ടപ്പെട്ട് ഞാൻ വായിട്ട് അവസാനം ഞാൻ തോറ്റു. ഇത്രയും വായിൽ വിടാൻ പറ്റത്തില്ല. അതെ കേട്ട് 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 ഗൈസ് ഇത് ഒടിച്ചെടുക്കാൻ വായിച്ചാൽ പിന്നെയും കുഴപ്പമില്ല. അത് എന്നാലും എനിക്കൊരു നാരങ്ങോറും ഇഷ്ടപ്പെടും. പിന്നെ പിന്നെ തിന്നുവാ. നമ്മളൊക്കെ ഒറ്റ കടിയിലും അടുത്തതാ ഈ തപ്പത്തിയുടെ അരിപ്പിച്ച് വരുമ്പോ ഒരു മണിക്കൂർ അത് ചുണ്ടിട്ടാണ് കഴിക്കുന്നത്. ചുണ്ടിട്ടല്ല പല്ലിട്ടാ കഴിക്കണ്ടേ. ഇങ്ങനെ ചുറ്റും പല്ലിട്ട് കഴിക്കണേ. പറ്റത്തില്ല. പല്ലിട്ട് കഴിക്കണം. ഒരു അല്ലല്ലേ കടി കഴിച്ചത്? വേണം. നോക്ക്
കണ്ടിത്രയും അത് ഇവിടെ ഇതിനകത്ത് ഉറിഞ്ചി ഉറിഞ്ചി പല്ലിലോട്ട് എടുക്കുക. കേട്ട് 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 ചെറിയ നാരങ്ങ കൊടുത്തത് അത് വല്ലതും കൊടുക്കാം. ചെറുത് കൊടുക്കാം. അപ്പൊ ഇനി പുളിയുള്ളതാക്കാം. നമുക്കൊരു ഫൗൾ ആക്കാം. പിന്നെ കഴിക്കുമ്പോൾ ഇത് വിളിക്കാം. ഒരു ശബ്ദം നക്കുക ഗൈസ്. കേട്ട് ഒട്ടും ശബ്ദമില്ലായിരുന്നു ഗൈസ്. ഇത് നോക്കി എത്ര നാരങ്ങയാണ്. അടുത്ത റൗണ്ട് ഞാൻ അടുത്ത സാധനം ഇട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാർഡായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ റൗണ്ട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുക്കുംബറാണ്. നിങ്ങൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാണണം. എന്തായാലും നിങ്ങൾ നാരങ്ങ എന്നിട്ട് വരും. ക്യാരറ്റ് ഉപ്പ് എല്ലാം ഇട്ടുതരാം. ഭംഗി നോക്കുവാണ് ഗൈസ്. ഇത് ചപ്പിയാൽ പറ്റില്ല. കഴിക്കണോ? വേഗം പല്ല് കുത്തി ഓടാ അവിടുന്ന്. നീ കൈയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈയ്യഴു. അത് ഇത് തിന്നാനായിട്ട് നടപ്പിക്കാൻ. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം. നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. നീ തെലിയോ? എലിക്കുഞ്ഞാണ് ഗൈസ്. അടുത്ത ഞാൻ കഴിക്കണം. പിന്നെ ഒന്ന് കഴിച്ച ട്രിക്ക് ഒന്ന് പറഞ്ഞു. ഗായ്സ് നിന്നോട് കോന്തപ്പള്ളി ഉറങ്ങിട്ട് ജയിച്ചിരിക്കുന്നു. അയ്യോ എന്ത് രുചി. ഒരു രാത്രി ചോദിച്ചിട്ട് കൊല്ലം ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. പടപ്പൊന്നും പോലെ താഴോട്ടല്ല മേലോട്ടല്ലേ മേലോട്ടല്ലേ. അയ്യോ എന്ത് രുചി. അടിയിലത്തെ പല്ലിട്ട് കുത്തി കയറ്റിയപ്പോ വേണ്ടേ പല്ലിന്റെ പാടുണ്ട് കണ്ടോ? സലാഡ് ഞാൻ എന്റെ വായിക്കത്തുണ്ടാക്കി എടുത്തു. ഒരു പ്ലേറ്റ് കഴുകേണ്ടത് ലാഭം. ഞാനിപ്പോ അടുത്തത് കപ്പലിന്റെ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കപ്പൽ ഞാൻ കൊടുക്കേണ്ടത് നല്ല കാര്യമായി. എനിക്ക് എളുപ്പത്തിന്നുണ്ട് ഇത്. എടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. കഴിച്ചു ആണോ? ആ 3 ദിവസം പഴക്കുണ്ട്. ഞാൻ പന്നി കൊടുക്കാൻ കൊണ്ടുവന്നാ. പിന്നെ നിങ്ങൾക്ക് 3 ദിവസം പഴക്കമുള്ള ഫുഡാണ് ഞങ്ങൾക്ക് തന്നെ. എത്ര കൊല്ലായിരുത്താണല്ലോ തന്നെ. തലയിൽ മുടി മാത്രമേ മനസ്സിലാവില്ല. കപ്പലിന്റെ അടുത്ത് വരുമോ? പല്ലുമുട്ടിയാല് കുഴപ്പമില്ല. തൊണ്ട കുരുങ്ങി ഞങ്ങൾ എടുത്തോണ്ട് പോകത്തില്ല. ഞങ്ങൾക്ക് ഇതെന്താ കൊറിയൻ ഭാഷ അന്നെ പാത്തിയേ. ഓരോ സൗണ്ട് ഉണ്ടാക്കിട്ട് പറയും. തിന്നാൻ പറ്റണില്ല. നീ ആശാൻ പറഞ്ഞത് മറന്നോ? കരത്തിൽ വന്നാലും ആരെയും കാണിക്കരുത്. ചിരിച്ചോണ്ട് തിന്നടാ. എത്ര മണിക്കൂർ ഇങ്ങനെ പോകും. സ്ലൈഡ്
കഴിഞ്ഞു ഗൈസ്. ഇതിനെ 2 മണിക്കൂർ എടുക്കും. പൊന്നിയുടെ ഉടനെ പ്രയോഗിച്ച് നോക്കാം. ആരും പ്രയോഗിക്കില്ല. 2 മണിക്കൂർ കഴിയുമ്പോ നാരങ്ങ ഇട്ടു വിഴുങ്ങിയാൻ തോന്നുന്നു. പൊട്ടിച്ചിരണ്ടായിട്ട് മുഖത്തിന് ഭാവം കൊടുത്തിട്ടുണ്ട്. മുഖത്തിന്റെ എക്സ്പ്രഷൻ വിഴുങ്ങരുത് പ്ലീസ്. ആ തൊലി പോയി ഞാൻ വിഴുങ്ങി. ഇപ്പൊ 2 ആയി. അതുപോലെ തന്നെ കുഞ്ഞി ചെന്നിട്ട് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഉറക്കാൻ പറ്റില്ല. പൊന്നി അങ്ങനെ ഉറക്കിയതാണോ? പൊട്ടിച്ചിരണ്ടായിട്ട് ഞാൻ അങ്ങനെ എടുക്കും. എനിക്കുണ്ട്. എന്തോ കേൾക്കുന്നു? ഞാനൊന്നും ചെയ്തു. ഭാഗ്യം ഇരിക്കോ? എന്തായാലും മതി കേട്ട്. ഫൗളാണ് ഗൈസ്. കുറച്ച് വെള്ളം ഇട്ടുകൊണ്ട് കൊടുക്കും. നോക്കാം. അങ്ങനെ ഇങ്ങനെ ഇട്ടു. ഒന്നാമെങ്കിലും ഇറക്കിയോ? ഒന്ന് കടിച്ച ശബ്ദം കേൾക്കുന്നു. എടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്നാ കഴിച്ചു നോക്ക്. ആണോ? അയ്യേ നാളെ വിറ്റാ മതിയായിരുന്നു. ആ 3 ദിവസം പഴക്കുണ്ട്. ഞാൻ പന്നി കൊടുക്കാൻ കൊണ്ടുവന്നാ. പിന്നെ നിങ്ങൾക്ക് എന്നാ ഒരു പുണ്യമായിട്ട് 3 ദിവസം പഴക്കമുള്ള ഫുഡാണ് ഞങ്ങൾക്ക് തന്നെ. എത്ര കൊല്ലായിരുത്താണല്ലോ തന്നെ തലയിൽ മുടി മാത്രമാണല്ലോ മനസ്സിലാവില്ല. മസാല കപ്പിട്ട് എരിവുണ്ടെന്ന് ഇനി മധുരമാക്കി കടിച്ച സൗണ്ട് ട്രൈ ചെയ്യണം. ഇത് കഴിച്ചിട്ട് പറയാ എരിവുണ്ടെന്ന്. പെരിങ്ങല് പോലെ ഉണ്ട്. വേണ്ട കടിച്ചില്ല. ഞങ്ങൾ 3 പേരും കേട്ട്. ഇപ്പൊ കടിച്ചില്ല. സത്യമായിട്ട് കടിച്ചില്ല. ഇപ്പൊ ഇങ്ങനെ കിടന്നതിന്റെയാ പല്ലി തട്ടിയതിന്റെയാ. ഇനി ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഗൈസ് എന്തുവാണ് ഗൈസ് ഈ കാണിക്കുന്നത്? മറ്റേ ചിപ്സ് ഒക്കെ മറ്റേ മിക്സി പോലെ അടിച്ചെടുത്തതാണ്. കപ്പയുടെ മിക്സിയുടെ പല്ല് പോയെന്ന് തോന്നുന്നു. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. അടിപൊളി എന്നോ ഞാൻ ഒഴിച്ചു തരാം. അല്ലെങ്കിൽ ചാക്കി കടിച്ചിരുന്നോ? തിന്നുക ഉറങ്ങുക ഇത് തന്നെ പണി. അതൊക്കെ എന്താ നിസ്സാര പണിയാണോ? തിന്നാന്ന് പറഞ്ഞ വാ തുറന്ന അങ്ങനെ കാണിക്കണം. ഉറങ്ങാന്ന് പറഞ്ഞ കണ്ണടച്ച് കാണാതെ കിടക്കണം. ഇതൊന്നും ഒരു പണിയല്ല. കപ്പലിന്റെ എടുത്തിട്ട് ചവയ്ക്കണം. എന്നിട്ട് പറയണം തപ്പുത്തിന് സൗണ്ട്. 2 സിനിമ ഉണ്ടാക്കണേ. എന്തുവാണ് കഴിച്ചത്? കപ്പലിന്റെ കുതിർ തലീച്ചെടുക്കുമെന്ന് തോന്നുന്നു. വായിക്കാത്ത വെച്ചിട്ടില്ല. കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. വെളിയിലോട്ട് തള്ളിയിരിക്കും. സൈഡൊക്കെ ഞാൻ കുറച്ച് തിന്നു. അതിന്റെ സൗണ്ടാ നേരത്തെ കേട്ടത്. അപ്പൊ ഞങ്ങൾ വിഴുങ്ങും അല്ലെങ്കിൽ കടിക്കും. 6-10 നിങ്ങൾക്ക് സമയം നോക്കി. എന്തെടുക്കുവാണ് ഗൈസ്? ഞാൻ ചത്ത് ഗൈസ്. പ്രതിമയാണെന്ന് തോന്നുന്നു ഗൈസ്. ഏതായാലും കടയുടെ മുമ്പിൽ കൊണ്ട് വെച്ചാൽ 50 പൈസക്ക് വിറ്റു പോകും. 50 വയസ്സ് ഞങ്ങക്ക് ബോറടിക്കുന്നു ഗൈസ്. നാരങ്ങ ഇട്ടൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് കഴിക്കണ എന്തോ ടേസ്റ്റ്. സ്വന്തമായിട്ട് കഴിച്ചു. ഇങ്ങനെ വേഗം കഴിക്കുക. അതേപോലെ നടപ്പുണ്ടോ? നാരങ്ങ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ ഗൈസ്.
ഇപ്പൊ 20 നാരങ്ങ ഉണ്ട്. ശബ്ദം കേൾക്കുന്നില്ലേ? 21. ഞാൻ പറഞ്ഞ നേരത്തെ ശബ്ദം കേൾക്കുന്നു. നേരത്തെ കടിച്ചില്ല. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഞാൻ കടിക്കുന്നുള്ളൂ. പല്ല് വല്ല ഇളകി കാണും, അതായിരിക്കും ഇട്ട് കടിക്കുന്നത്. രാത്രി നമുക്ക് ഉറങ്ങാം. കടിക്കുന്നു. ഇത് രാവിലെ ഒരു 9 മണിക്ക് ഇരുന്നാൽ രാത്രി ഒരു 12:30 ഒക്കെ ആവുമ്പോഴത്തേക്കും തീരുമായിരിക്കും. സൗണ്ട് കേട്ട് ഞാൻ കേട്ടില്ല. അത് ഇവിടുന്ന് ഇങ്ങനെ മാത്രമേ കേൾക്കൂ. കേട്ട് ഇപ്പൊ കേട്ട് ഇങ്ങനെയാണോ? ഇപ്പൊ ഞാൻ നിന്റെ ചെവിക്ക് പൊട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വലിയ കണ്ണും ചെവി എല്ലാം ഉണ്ടായിട്ട് വളരെ ചെറിയ പോലും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കേട്ടു. എന്നിട്ട് നാരങ്ങ തിന്നേ പറ്റും. ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കും. പൊന്നി കേൾക്കുന്നില്ല ഗൈസ്. ഇപ്പോഴും കേട്ട്. മിന്നു കൊറേ കള്ളത്തരം ഒപ്പിക്കുവാണേ. ഇപ്പോഴും കേട്ട്. ഗൈസ് ഇത് അടിയിടൽ മത്സരമല്ല. നീ 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് കിടക്കുന്നേ. ഇങ്ങോട്ട് വന്നിരുന്ന് നോക്ക്. ഒരു പീസ് പോലെ ഞാൻ കഴിച്ചു. അതിന്റെ ശബ്ദവും കേൾക്കാനുണ്ടായിരുന്നു. ടൈം വെക്കാം 10 സെക്കൻഡിന്. 10 സെക്കൻഡിനുള്ളിൽ ചെയ്യാം. ഗൈസ് ഇതൊന്നും തരുന്ന ലക്ഷണം. 10 സെക്കൻഡ് വെക്കാം. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യണ്ടാവും. ഇത് നേരത്തെ അങ്ങ് ചെയ്തുകൂടായിരുന്നു. എന്തായാലും ഇത് അംഗീകരിക്കത്തില്ല. ഞാൻ എന്തായാലും കഴിച്ചായിരുന്നു. ശബ്ദം കേട്ടില്ലല്ലോ. കഷ്ടം. ഒരു പുളിയില്ലാത്ത രീതിയിൽ അങ്ങ് തിന്നു.